കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാച്ചോറാണ്. അത് വെളുത്ത പാച്ചോറാണ്. ഇത് പള്ളികളിൽ നേർച്ചയായിട്ടൊക്കെ നേരത്തെ എല്ലാവരും വെച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പലഹാരമായിരുന്നു. നമ്മൾ വണക്കവാസം കാലം കൂടുന്ന സമയത്തും മാതാവിൻ്റെ വണക്കവാസം കാലം കൂടുന്ന സമയത്തും ഈ വെളുത്ത പാച്ചോറാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. പാച്ചോറ് ഉണ്ടാക്കാൻ 1/2 കിലോ അരിയാണ് എടുത്തേക്കണത്. ഒരു തേങ്ങ ചിരണ്ടിയത്, 1 സ്പൂൺ ജീരകം, ഇത്ര സാധനങ്ങളാണ് നമ്മളെടുത്തത്. 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണം അരി ഇടാനായിട്ട്. 1/2 കിലോ അരിയാണ് എടുത്തേക്കണം. അരി കഴുകി വാരി വെച്ചേക്കണം. നമുക്ക് ഈ അരി ഇതിനകത്തേക്ക് ഇടാം. അരി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ വെറുതെ ഒന്ന് മൂടി വെച്ചാണ്. പച്ചരി ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെറുതെ ഒരു മൂടിയെടുത്ത് ഞാൻ മൂടിയത്. വെയിറ്റൊന്നും ഇടേണ്ട കാര്യമില്ല. മറ്റേ കുക്കറും വേണമെന്നില്ല. ഇതൊരു പാത്രമായിട്ട് ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അരി ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയും ജീരകവും ഉപ്പും എല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നല്ലോണം തിരുമ്മി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഉപ്പും ജീരകവും കൂടി കൈകൊണ്ടൊന്ന് തിരുമ്മി എടുത്താണിത്. നമുക്കിത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇങ്ങനെ തിരുമ്മുമ്പോഴേ ഈ തേങ്ങയുടെ പാലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരും. വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ തിരുമ്മി ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരുമ്മി ഇടുന്നത്. നമുക്കൊരിച്ചിരി വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചോറായിട്ടുണ്ട്. പച്ചരിയാണുള്ളത്, അതിന് വേവില്ലല്ലോ. നമുക്ക് ഓഫ് ചെയ്യാം. പാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഇലയിലേക്ക് എടുക്കാം. ഇത് നമുക്ക് മാറ്റാം. നമ്മുടെ പാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ടുണ്ടാക്കി തന്നെ അതേ സ്വാദാണ്. അതേ ഒരു റെസിപ്പി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഇത്തിരി പാനിയും കൂടി ഒഴിച്ച് കഴിച്ച് നോക്കാം. നന്നായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഈ മധുരമുള്ളതായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിള്ളേർക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ആ തേങ്ങ ഇടേണ്ട കൂട്ടത്തിൽ കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ മധുരമുള്ള പാച്ചോറായിട്ട് കിട്ടും. അങ്ങനെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.